നമസ്കാരം, ഞാൻ വിഷ്ണുദത്ത്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. കുരുക്കുമുറുകുന്നത് ആർക്ക്? കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ് അവസാന ഘട്ടത്തിലേക്കെന്ന സൂചന നൽകി കൂടുതൽ മൊഴികൾ പുറത്ത്. സുനിൽ നാദൃഷയെ വിളിക്കുന്നത് കേട്ടെന്ന് സഹതടവുകാരന്റെ മൊഴി. താരത്തെ വിളിച്ചത് ജയിലിനുള്ളിലെ സെല്ലിൽ നിന്ന്. കാവ്യമാധവന്റെ ലക്ഷ്യയിൽ ഒരു സാധനമേൽപ്പിച്ചെന്ന് സുനി ഫോണിലൂടെ പറയുന്നത് കേട്ടെന്നും സഹതടവുകാരൻ ജിൻസൺ. ഇയാൾ കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയിൽ ദിലീപിനും നാദൃഷയ്ക്കുമെതിരെ ചില കാര്യങ്ങൾ പറഞ്ഞതായും സൂചന. പൾസറിന് ഇരുവരുമായും ചില ഇടപാടുകൾ ഉണ്ടായിരുന്നതായും നാദൃഷയുമായി സംസാരിച്ചത് പ്രതിഫലത്തെക്കുറിച്ചെന്നും മൊഴി. എന്നാൽ ഇരുവരും തമ്മിൽ ഇതു സംബന്ധിച്ച് തർക്കങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും ജിൻസൺ. കൃത്യം നടത്തിയതിനു ശേഷം പൾസർ സുനി ജയിലിൽ നിന്ന് നാദൃഷയെ 3 തവണ ഫോണിൽ വിളിച്ചെന്ന് അന്വേഷണ സംഘം. ഇതിൽ ഒരു സംഭാഷണം 8 മിനിറ്റോളം നീണ്ടെന്നും രേഖകൾ പരിശോധിച്ച ശേഷം ഉദ്യോഗസ്ഥർ. കേസിൽ താരങ്ങളുടെ ചോദ്യം ചെയ്യൽ ഉടൻ ഉണ്ടാകുമെന്നും സൂചന. ദിലീപിനും നാദൃഷയ്ക്കും പുറമെ 2ാം ഘട്ട ചോദ്യം ചെയ്യലിൽ കാവ്യയുടെ അമ്മയും. നീക്കം കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിൽ. മൂവരിൽ നിന്നും കൂടുതൽ തെളിവുകൾ ലഭിക്കേണ്ടതുണ്ടെന്നും പോലീസ്. പൾസർ താരങ്ങളെ വിളിച്ചത് നടി ആക്രമണത്തിന് ഇരയാകുന്നതിന് 10 ദിവസം മുൻപും അതിനുശേഷവുമെന്നും അന്വേഷണ സംഘം. പിന്നിൽ ആരെല്ലാം? നടി ആക്രമിക്കപ്പെട്ട കേസിൽ വീഡിയോ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചുവെങ്കിലും വ്യക്തതയില്ലെന്ന് റിപ്പോർട്ട്. നടിയുടെ പരാതിയിൽ പറയുന്ന ദൃശ്യങ്ങളാണോ എന്നത് ആധികാരികമായി തെളിയിക്കാൻ സാധിക്കുമോ എന്നതിൽ വിശദ പരിശോധന. അവ്യക്ത ദൃശ്യങ്ങളെങ്കിലും വീഡിയോയിൽ ഒരു സ്ത്രീയുടെ കരച്ചിലുണ്ടെന്നും അന്വേഷണ സംഘം. അതിനിടെ പൾസർ സുനിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കാവ്യമാധവന്റെ വസ്ത്രസ്ഥാപനത്തിൽ നിന്ന് പിടിച്ചെടുത്ത CCTV ദൃശ്യങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ച അന്വേഷണ സംഘം. കടുത്ത നടപടികളിലേക്ക് കടക്കും മുമ്പ് തെളിവുകൾ ആവർത്തിച്ച് പരിശോധിച്ച് ഉറപ്പുവരുത്താൻ ഉദ്യോഗസ്ഥ തലത്തിൽ തിരക്കിട്ട ചർച്ചകൾ. കേസിൽ അവസാനഘട്ട അന്വേഷണം നീങ്ങുന്നത് കൃത്യം നടന്നതിന് ശേഷം പൾസർ സുനിക്കും സുഹൃത്തുക്കൾക്കുമിടയിൽ പ്രവർത്തിച്ച കണ്ണികളിലേക്ക്. അതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി നൽകിയത് എഡിറ്റ് ചെയ്ത ഫോൺ സംഭാഷണമെന്ന് അന്വേഷണ സംഘം. യഥാർത്ഥ സംഭാഷണം ഹാജരാക്കാൻ ഇയാൾക്ക് പോലീസിന്റെ കർശന നിർദ്ദേശം. യാക്കോബായയ്ക്ക് തിരിച്ചടി. കോലഞ്ചേരി പള്ളിത്തർക്കത്തിൽ യാക്കോബായ സഭയുടെ ഹർജി തള്ളി സുപ്രീം കോടതി. നിർണായക വിധി 1934 മലങ്കര ഭരണഘടന ശരിവെച്ചുകൊണ്ട്. മലങ്കര സഭയ്ക്ക് കീഴിലുള്ള പള്ളികൾ ഭരിക്കേണ്ടത് ഭരണഘടന അനുസരിച്ചെന്നും നിരീക്ഷണം. ഉത്തരവ് കോലഞ്ചേരി, വാരിക്കോലി, മണ്ണത്തൂർ പള്ളികളിലെ തർക്കത്തിലെങ്കിലും മലങ്കര സഭയ്ക്ക് കീഴിലുള്ള എല്ലാ പള്ളികളിലും വിധി ബാധകം. യാക്കോബായ സഭ കോടതിയെ സമീപിച്ചത് 1913 കരാർ അംഗീകരിച്ച് കോലഞ്ചേരി പള്ളി ഭരിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട്. കോടതി വിധി സ്വാഗതാർഹമെന്ന് ഓർത്തഡോക്സ് സഭ. കലഹം കൊണ്ട് പ്രയോജനമില്ലെന്നും വിധി സർക്കാർ നടപ്പാക്കി തരുമെന്ന് വിശ്വസിക്കുന്നതായും മാർത്തോമ പൗലോസ് ദ്വിതീയൻ കത്തോലിക്ക ബാവ. വിധി അന്തിമമല്ലെന്ന് യാക്കോബായ സഭ. ഉപാധികളിൽ മയപ്പെട്ട്. നയതന്ത്ര ഉപരോധം പിൻവലിക്കാൻ ഖത്തറിന് മുന്നിൽ വെച്ച ഉപാധികളിൽ 48 മണിക്കൂർ കൂടി സമയം നീട്ടി നൽകി സൗദി സഖ്യരാജ്യങ്ങൾ. നീക്കം അൽ ജസീറ അടച്ചുപൂട്ടുന്നതുൾപ്പെടെ 13 ഉപാധികൾ നടപ്പാക്കാനുള്ള സമയപരിധി അവസാന മണിക്കൂറുകളിലേക്ക് കടന്ന സാഹചര്യത്തിൽ വ്യവസ്ഥകൾ തള്ളിയെങ്കിലും ഖത്തറുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് സഖ്യരാഷ്ട്രങ്ങൾ. സൗദിയും സഖ്യവും സമയപരിധി നീട്ടിയത് പ്രതിസന്ധിയിൽ മധ്യസ്ഥ ശ്രമവുമായി രംഗത്തുള്ള കുവൈറ്റിന്റെ അഭ്യർത്ഥന മാനിച്ചെന്ന് സൂചന. അതേസമയം മാറ്റം വരുത്താൻ ഖത്തർ തയ്യാറായില്ലെങ്കിൽ എന്തു നടപടി സ്വീകരിക്കണമെന്ന് തീരുമാനിക്കാൻ ഇസ്ലാമിക രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ബുധനാഴ്ച. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.